Hi all, welcome to the class. Today we are going to discuss a small topic in the subject Advanced Manufacturing Technology. Already we are discussing fourth module and it is the sixth part of my presentation. Today's topic is Abrasive Water Jet Machining. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഒരു അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് ഒരു ഫ്ലൂയിഡ് സപ്ലൈ ഉണ്ടാവും, വാട്ടർ സപ്ലൈ ഉണ്ടാവും. പിന്നെ അത് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പിങ് യൂണിറ്റ് ഉണ്ടാവും. അതിനുശേഷം അക്യുമുലേറ്റർ ഉണ്ടാവും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് യൂണിറ്റ്സ് ഉണ്ടാവും. അതുപോലെ വാൾവ് ഉണ്ടാവും. പിന്നെ സെപ്പറേറ്റ് നോസിലുണ്ടാവും. നോസിൽ ഏത് മെറ്റീരിയലായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക പറഞ്ഞാൽ ടങ്സ്റ്റൺ തന്നെയാണ്. പ്രീവിയസ്ലി പറഞ്ഞ പോലെ ടങ്സ്റ്റൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. സാപ്പയറും യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. രണ്ട് വിധത്തിൽ നമുക്ക് ഫീഡിങ് കൊടുക്കാം. ഒന്നിക്കൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ അബ്രസീവ് മെറ്റീരിയൽസ് വരുന്ന വിധത്തിൽ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടുന്ന് വരുന്ന വാട്ടറിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിൻ്റെ മിക്സിംഗ് ആയിട്ട് അബ്രസീവ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അബ്രസീവ് പൗഡറും ഡ്രൈ എയറുമാണ് കാരിയർ ഗ്യാസായിട്ട്. ഡ്രൈ എയർ അല്ലെങ്കിൽ നൈട്രജൻ അതും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ കാരിയർ ഗ്യാസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് കാരിയർ ഗ്യാസ് വി ആർ യൂസിങ് വാട്ടർ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അബ്രസീവ് പൗഡറും വാട്ടറും തമ്മിൽ മിക്സാക്കി ഹൈ വെലോസിറ്റിയിൽ മെറ്റലിൽ ടച്ച് ചെയ്യുന്ന സമയത്ത്, വർക്ക് പീസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ വിൽ ബി റിമൂവ്ഡ് ഓർ കട്ട് ഡൗൺ. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മെക്കാനിക്കൽ പ്രിൻസിപ്പിളാണ്. അതുപോലെ ഇതിന് സിമിലർ പ്രോസസ് ടു അബ്രസീവ് ജെറ്റ് മെഷീനിങ് ആണ്, എക്സെപ്റ്റ് കാരിയർ മീഡിയം അതിനകത്ത് ഗ്യാസ് ആണെങ്കിൽ, ഡ്രൈ എയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ ഹൈ വെലോസിറ്റിയിൽ വന്നിട്ട് മെറ്റീരിയൽ സ്ട്രൈക്ക് ചെയ്യുന്ന അബ്രസീവ് പാർട്ടിക്കിൾ വർക്ക് പീസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൊറോഷൻ വളരെയധികം പോസിബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ ഫിഗർ നേരത്തെ കാണിച്ചതിനേക്കാൾ വരയ്ക്കാൻ എളുപ്പത്തിലുള്ളൊരു ഫിഗർ ഞാൻ എനിക്ക് വരച്ച് കാണിച്ചു തരാം. അതേപോലെ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് കണ്ടക്റ്റീവോ നോൺ കണ്ടക്റ്റീവോ ഏത് മെറ്റീരിയൽ മെഷീനിങ് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ കട്ടിങ്, ഡ്രില്ലിങ്, ക്ലീനിങ് എങ്ങനെയുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ശരിക്കും ഒരു വാട്ടർ ജെറ്റ് മെഷീനിങ്. ഇതാണ് ചിത്രം വരക്കാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത്. നോക്കുക, ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഒരു പമ്പിങ് യൂണിറ്റാണ്. പമ്പിങ് യൂണിറ്റ് വാട്ടർ ഫ്ലൂയിഡ് സപ്ലൈ എല്ലാം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഫുൾ സെറ്റപ്പാണ് ഞാൻ പമ്പിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഹൈ പ്രഷർ വാട്ടറാണ്, അൾട്രാ ഹൈ പ്രഷർ വാട്ടറാണ് ഉള്ളിലേക്ക് വരുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ, വാട്ടർ സ്റ്റോപ്പ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒരു കൺട്രോളിങ് വാൾവ് ഉണ്ടാവും. ആ വെള്ളം താഴോട്ടേക്ക് വരുന്ന സമയത്ത് നെക്സ്റ്റ് വന്ന് ചേരുന്നത് മിക്സിംഗ് ചേമ്പറിലാണ്. മിക്സിംഗ് ചേമ്പറിൽ വെച്ചിട്ടാണ് അബ്രസീവ് ആൻഡ് വാട്ടർ മിക്സ് ചെയ്യപ്പെടുന്നത്. അബ്രസീവ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അബ്രസീവ് ഫീഡിങ് സിസ്റ്റം ഉണ്ടാവും. അബ്രസീവ് പാർട്ടിക്കിൾസ് ഷെയ്ക്ക് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ വെച്ച് മിക്സ് ചെയ്യപ്പെടും വാട്ടറുമായിട്ട്. ആ മിക്സ് ചെയ്ത വാട്ടർ അബ്രസീവ്, അതായത് ആ അബ്രസീവ് വാട്ടർ ജെറ്റ് നേരെ നോസിലേക്ക് കൂടി വർക്ക് പീസിലേക്ക് സ്ട്രൈക്ക് ചെയ്യുക. അത് തമ്മിലൊരു മിനിമം ഡിസ്റ്റൻസ് വേണം, ദാറ്റ് ഈസ് സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നോസിലിൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് പീസിൻ്റെ മുകളിലേക്ക് കൂടി സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റീപ്ലേസബിൾ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അഥവാ ചിപ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാച്ചറും കൂടി അതിൻ്റെ താഴെയുണ്ട്. അഥവാ ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് പമ്പിങ് യൂണിറ്റ്, രണ്ടാമത്തെ അബ്രസീവ് ഫീഡ് സിസ്റ്റം ആൻഡ് അബ്രസീവ് വാട്ടർ ജെറ്റ് നോസിൽ ആൻഡ് എ ക്യാച്ചർ. ഈ നാലെണ്ണമാണ് മെയിനായിട്ടുള്ള പാർട്ടികൾ. ഓരോന്നായിട്ട് നോക്കാം. പമ്പിങ് യൂണിറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ വാട്ടർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, മിക്സിംഗ് ചേമ്പറിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രഷറാണ് പിന്നെ കൈനറ്റിക് എനർജി അഥവാ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ അബ്രസീവ് ഫീഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾ ഒരു ബിന്നിൽ ക്യാരി ചെയ്തിട്ടുണ്ടാവണം. അവിടെ നിന്നാണ് നേരെ ഫീഡിങ് നടക്കുന്നത്. രണ്ട് വിധത്തിൽ നമുക്ക് ഫീഡിങ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ഓഫ് ഡ്രൈ അബ്രസീവ് ഡെലിവേഴ്സ് ടു ദ നോസിൽ വെർ ഇറ്റ് മിക്സ് വിത്ത് ദ വാട്ടർ. നമ്മൾ ഡയറക്റ്റ് നോസിലേക്ക് ഡയറക്റ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഉണ്ട്. രണ്ടാമത്തേത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലെറി ആക്കും. നമ്മുടെ നോസിൽ എത്തുന്നതിന് മുമ്പ് അബ്രസീവും വാട്ടറും തമ്മിൽ മിക്സാക്കി സ്ലെറി ആയിട്ടാണ് നോസിലേക്ക് വരിക. ആദ്യത്തെ കേസിൽ നമുക്ക് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അതായത് കുറേ ദൂരത്തേക്ക് നമുക്ക് ഈ അബ്രസീവ് പമ്പ് ചെയ്യാൻ പറ്റില്ല അഥവാ മൂവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം സെക്കൻഡ് കേസ് സ്ലെറി ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ, നല്ല രീതിയിൽ മിക്സ് ആക്കുവാണെങ്കിൽ അത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ഇൻക്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. നോർമലി ഒരു അബ്രസീവ് വാട്ടർ ജെറ്റ് മിക്സ്ചറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 700 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതേപോലെ അബ്രസീവ് വാട്ടർ ജെറ്റ് നേരെ വർക്ക് പീസിലേക്ക് പോകണമെങ്കിൽ അതിന് ഒരു കറക്റ്റ് നോസിൽ വേണം. ആ നോസിൽ നോർമലി ഉണ്ടാക്കുന്നത് സാപ്പയർ അല്ലെങ്കിൽ
ടങ്സ്റ്റൺ കാർബൈഡ് അതും അല്ലെങ്കിൽ ബോറോൺ കാർബൈഡ് എന്നിവ ഉപയോഗിച്ചിട്ടാണ്. അന്നേരം ആ ഉപയോഗിക്കുന്ന 2 വിധത്തിലുള്ള ഫങ്ഷൻസാണ് അതിനുള്ളത് ശരിക്കും പറഞ്ഞാൽ നോസിലിന്. ഒന്നാമത്തെ ഫംഗ്ഷൻ നോസിലിൻ്റെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിങ് അബ്രസീവ് വിത്ത് ദ വാട്ടറും അബ്രസീവും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നുള്ള നോസിലിൻ്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തേത് ഫോമിങ് എ ഹൈ വെലോസിറ്റി അബ്രസീവ് വാട്ടർ ജെറ്റ്. കാരണം പ്രഷർ എനർജിയിലുള്ള വാട്ടറിൻ്റെ പ്രഷർ എനർജി വെലോസിറ്റി ആയിട്ട് അഥവാ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോസിൽ വരുമ്പോഴാണ്. അതേപോലെ 2 വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വെച്ചിട്ട് നോസിലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിത്രം നോക്കാം. ഒന്നാമത്തേത് സിംഗിൾ ജെറ്റ് സൈഡ് ഫീഡ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സെൻറ്ററിലേക്ക് കൂടി വാട്ടർ വരും, സൈഡിലേക്ക് കൂടി അബ്രസീവ് ഫീഡ് ചെയ്യും. അതിവിടെ വെച്ചിട്ട് മിക്സ് ആയിട്ട് സ്ലെറി ആയിട്ട് താഴോട്ടേക്ക് പോകും. അതാണ് ഫസ്റ്റ് സൈസ് അഥവാ സിംഗിൾ ജെറ്റ് സൈഡ് ഫീഡിങ്. ആൻഡ് സെക്കൻഡ് ആണെങ്കിൽ അബ്രസീവ് ആയിരിക്കും സെൻറ്ററിലേക്ക് കൂടി വരിക, വാട്ടർ മൾട്ടിപ്പിൾ പാസസിലേക്ക് കൂടി ഉള്ളോട്ട് വരും. ഇതുപോലെ 1ഉം 2ഉം ആയിരിക്കില്ല, വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാക്കാം. മൾട്ടിപ്പിൾ പാസസിലേക്ക് കൂടി അബ്രസീവും വാട്ടറും തമ്മിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ജെറ്റായിട്ട് ഫോം ചെയ്യും. ഇതിനേക്കാൾ ഇവിടെ മിക്സിങ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ സർഫസ് ഫിനിഷും കൂടുതൽ എഫക്റ്റീവ്നെസ്സും ലോങ് ലൈഫും നമുക്ക് കിട്ടുക മൾട്ടിപ്പിൾ ജെറ്റ് സെൻട്രൽ ഫീഡിങ്ങിലാണ്. ഈ ചിത്രം തമ്മിലും ഒന്ന് കമ്പയർ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നല്ല നോട്ട് തന്നിട്ടുണ്ട്. നോർമലി സിംഗിൾ സെറ്റ് ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒന്ന് റാപ്പിഡ് വിയറിങ്ങിന് സാധ്യതയുണ്ട്. അത് കൂടാണ്ട് ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇവിടെയാണെങ്കിൽ എഫിഷ്യൻസിയെല്ലാം വളരെ കൂടുതലാണ്. അതേപോലെ ലോങ് ലൈഫ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ ക്യാച്ചറാണ് വരുന്നത്. ക്യാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർഡ് ആൻഡ് റീപ്ലേസബിൾ ഇൻസേർട്ട് ടു ബ്രേക്ക് ദ ജെറ്റ് ക്വിക്കലി. നമുക്കൊരു ജെറ്റ് വരുന്ന സമയത്ത് ആ ജെറ്റിനെ ബ്രേക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ക്യാച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ ക്യാച്ചേഴ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജെറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ആ ജെറ്റിൻ്റെ ഫ്ലോ കുറയുകയും സ്റ്റോപ്പ് ആവുകയോ ചെയ്യുക. കാരണം കുറേ സമയം ഈ വാട്ടറിൻ്റെ ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറഗുലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആഫ്റ്റർ മെഷീനിങ് ഓപ്പറേഷൻ. അത് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞ അബ്രസീവ് ജെറ്റ് മെഷീനിങ് പോലെ തന്നെ ആ വാട്ടർ ജെറ്റും അബ്രസീവും തമ്മിൽ 2 സൈഡിൽ നിന്ന് വന്ന് മിക്സ് ആയിട്ട് നോസിലേക്ക് കൂടി പുറത്തേക്ക് പോകും. ആ നോസിലേക്ക് കൂടി പുറത്തു പോകുന്ന സമയത്ത് അബ്രസീവിൻ്റെ വെലോസിറ്റി വളരെ കൂടും ബൈ ഗെയിനിങ് ദ മൊമെൻറ്റം ഓഫ് വാട്ടർ ജെറ്റ്. ആൻഡ് ഈ പ്രഷർ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 400 മെഗാപാസ്കലും ജെറ്റിൻ്റെ സ്പീഡ് 700 to 900 മീറ്റർ/സെക്കൻഡും ആണ്. അത്രയും ഹൈ വെലോസിറ്റി ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്ക് പീസിൽ മെഷീനിങ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാം. നോർമലി മെഷീനിങ് സിറാമിക്സ്, കോമ്പോസിറ്റ്, റോക്സ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. മെയിനായിട്ട് പ്രഷർ ഓഫ് ദ വാട്ടർ, മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ വാട്ടർ, സൈസ് ഓഫ് ദ അബ്രസീവ് പാർട്ടിക്കിൾ, അബ്രസീവ് ഫ്ലോ റേറ്റ്, സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈപ്പ് ഓഫ് അബ്രസീവ് മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അബ്രസീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അലുമിനിയം കാർബൈഡും അതുപോലെ തന്നെ സിലിക്കൺ ഓക്സൈഡും ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മെറ്റീരിയൽസിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലോ റേറ്റ് ഉണ്ടാക്കാൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ വാട്ടർ പ്രഷർ ആണെങ്കിൽ വാട്ടർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ ഇൻക്രീസ് ചെയ്യും. കാരണം വാട്ടർ പ്രഷർ വളരെ കുറവാണെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവായിരിക്കും. ഏറ്റവും മാക്സിമം ആണെങ്കിൽ മാക്സിമം നമുക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഒക്കെ അറിയാൻ പറ്റും. അതേപോലെ ഈ വാട്ടർ പ്രഷറിന് നേരെ ഇപ്പോൾ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ നോസിൽ വിയർ റേറ്റ് നമുക്ക് പരമാവധി കുറക്കേണ്ട ഒരു ഫാക്ടറാണ്. പക്ഷേങ്കിൽ വാട്ടർ പ്രഷർ എത്രത്തോളം കൂടുന്നോ അനുസരിച്ച് നോസിൽ റേറ്റ് ഓഫ് വിയർ വളരെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാട്ടർ പ്രഷർ നമുക്കൊരു ലിമിറ്റിനപ്പുറത്തേക്ക് കൂട്ടാൻ പറ്റില്ല. അത് വിയറിങ്ങിന് കാരണമാകും. അതേപോലെ പാർട്ടിക്കിൾ സൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അബ്രസീവ് ജെറ്റിലും ഇതേ പ്രോപ്പർട്ടിയാണ്. നമുക്കിപ്പോൾ റഫായിട്ടുള്ള കോഴ്സ് പാർട്ടിക്കിൾസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുതലായിരിക്കും. അതേപോലെ ഫൈൻ പാർട്ടിക്കിൾസ്, ചെറിയ പാർട്ടിക്കിൾസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കമ്പാരിറ്റീവ്ലി രണ്ടും ഒരേ പാർട്ടിക്കിൾ സൈസ് എടുത്തു കഴിഞ്ഞാൽ കുറവായിരിക്കും. അതേപോലെ പാർട്ടിക്കിൾ സൈസിന് കൂടുന്നതനുസരിച്ചിട്ടായിരിക്കും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുക. ഇപ്പോൾ ചെറിയ പാർട്ടിക്കിൾ ആണെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവാണ്. ഇപ്പോൾ കോഴ്സിൻ്റെ തന്നെ എടുക്കാം. ചെറിയ പാർട്ടിക്കിൾ ആണെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവാണ്. ഹൈ ഈ എൻഡിലുള്ള പാർട്ടിക്കിളാണ് കുറച്ചും കൂടി സൈസ് ഉള്ളതാണെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ വേറൊന്നാണ് അബ്രസീവ് ഫ്ലോ റേറ്റ്. അബ്രസീവിൻ്റെ ഫ്ലോ റേറ്റ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടിക്കൂടി വരും അപ് ടു എ പർട്ടിക്കുലർ ലിമിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, ഇതിൽ കൂടുതൽ അബ്രസീവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അബ്രസീവ് നോസിലിനെ ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയും. അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എക്യുപ്മെൻറ്റ് ഡാമേജിനും റീസൺ ആവാം. അതുകൊണ്ട് അബ്രസീവ് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ വേറൊന്നാണ് സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ്.
സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവായിരിക്കും. സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഒരു ലിമിറ്റ് വരെ കൂടും. അതിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയാൻ തുടങ്ങും. കാരണം സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് അബ്രസീവ് മെറ്റീരിയൽ എത്താനുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനിങ് പ്രോസസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ നോർമൽ പാരാമീറ്റേഴ്സ് എഫക്റ്റിംഗ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻ എ അബ്രസീവ് ജെറ്റ് വാട്ടർ മെഷീനിങ്. അതേപോലെ വേറൊന്നാണ് പ്രോസസ് കേപ്പബിലിറ്റീസ്. പ്രോസസ് കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 200 mm വരെയുള്ള തിക്കായിട്ടുള്ള മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ നമുക്ക് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് യൂസ് ചെയ്യാം. അതേപോലെ നല്ല മെഷീനിങ് എഡ്ജസ് ഫോം ചെയ്യാൻ കമ്പയർ ടു അബ്രസീവ് ജെറ്റ് മെഷീനിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി മെഷീൻ്റെ എഡ്ജസ് നമുക്കൊക്കെ അറിയാം. അതേപോലെ ഓട്ടോമേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണിത്. അതുപോലെ തെർമൽ സ്ട്രെസ്സസ് ഒന്നും തന്നെ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ വേപ്പറൈസേഷനോ അല്ലെങ്കിൽ ഇവാപറേഷനോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മെൽറ്റിംഗ് ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ തെർമൽ സ്ട്രെസ്സസ് വളരെ കുറവായിരിക്കും. ആൻഡ് ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പല മെറ്റീരിയലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ്, അലുമിനിയം, ടങ്സ്റ്റൺ കാർബൈഡ്, സിലിക്ക, ഗ്ലാസ്, കോൺക്രീറ്റ്, ഗ്രാഫൈറ്റ് എക്സെട്ര. അതേപോലെ തന്നെ ഹണികോം സ്ട്രക്ചേഴ്സ്, നിങ്ങൾക്കറിയാം ഹണികോം സ്ട്രക്ചേഴ്സ് എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. അങ്ങനെയുള്ള ഹണികോം സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി പറയാനുള്ളത്. ഇറ്റ് ഈസ് എക്കണോമിക്കലാണ്, എൻവയോൺമെൻ്റലി സേഫാണ്, പിന്നെ റെഡ്യൂസ് സെക്കൻഡറി ഫിനിഷിംഗ് ഓപ്പറേഷൻസ് വളരെ അത്യാവശ്യമില്ല. ചില കേസിൽ നിർബന്ധമേ ഇല്ല, ചില കേസിൽ ചെറുങ്ങനെ വേണ്ടി വരും. നോ കട്ടർ ഇൻഡ്യൂസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, കാരണം ഇതിൻ്റെ അകത്ത് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. കട്ടർ കാരണം ഒരു വിധത്തിലുള്ള ഫ്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. ലോ കട്ടിംഗ് ഫോഴ്സ് ഓൺ ദ വർക്ക് പീസിൽ ഉണ്ടാകുന്ന കട്ടിംഗ് ഫോഴ്സ് വളരെ കുറവാണ്. നോ നീഡ് ഓഫ് ഡയറക്റ്റ് ഫിസിക്കൽ ടൂൾ. ഇത്രയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. ഓൾസോ ദർ ഇസ് നോ ഹീറ്റ് എഫക്റ്റിംഗ് സോൺ, കാരണം ഇവിടെ മെൽറ്റിങ്ങോ ഇവാപറേഷനോ നടക്കാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഹീറ്റ് എഫക്റ്റിംഗ് സോൺ എന്ന് പറയാൻ കഴിയില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നോൺ ത്രൂ ഹോൾസ് അഥവാ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നോൺ ത്രൂ ഹോൾസ് നമുക്ക് ഈ മെഷീനിങ് വെച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം വാട്ടർ വെച്ച് ജെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡിസ്റ്റൻസ് വരെയല്ല, അത് ഫുള്ളായിട്ട് കട്ടായി പോകാനാണ് സാധ്യത കൊടുത്തത്. അതുകൊണ്ട് നോൺ ത്രൂ ഹോൾസ് ഡ്രില്ല് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കനോട്ട് കട്ട് മെറ്റീരിയൽസ് ദാറ്റ് ഡീഗ്രേഡ് ക്വിക്ക്ലി വിത്ത് മോയ്സ്ചർ, അഥവാ കൊറോഷൻ എഫക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് മെഷീൻ ചെയ്യാൻ നമുക്ക് വാട്ടർ ജെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് കൊറോഡായി പോകും, അതേപോലെ ഡാമേജ് ആയി പോകും, ഡീഗ്രേഡ് ആയി പോകും. അതുപോലെ റഫ് കട്ടിങ്ങിന് നമുക്കിത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാം. പക്ഷേ വളരെ ഹൈ സർഫസ് ഫിനിഷ് വേണ്ട സ്ഥലത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം കട്ടിങ് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു സർഫസ് ഫിനിഷ് കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയാണ് ഇതിനെക്കുറിച്ചിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കുക, അസൈൻമെൻറ്റ് എഴുതുക. താങ്ക് യു.